പറ. സാറിനോട് ഞങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അതല്ലേ പറയാൻ പറഞ്ഞേ. നന്ദനെ ഇവിടെ ജോലിക്കെടുത്തത് സാറല്ലേ? അതെന്തിനാ നീ അന്വേഷിക്കുന്നേ? സാറിന്റെ കയ്യിൽ അവന്റെ അഡ്രസ് ഉണ്ടാവില്ലേ? അതൊന്ന് വേണമായിരുന്നു. നിങ്ങൾക്ക് എന്തിനിപ്പോ അവന്റെ അഡ്രസ്? അവന്റെ കല്യാണമല്ലേ സാറേ? അവൻ വിളിച്ചില്ലെങ്കിലും കൂടെ ജോലി ചെയ്യുന്നവരെന്ന നിലയ്ക്ക് പോവേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ? നല്ലൊരു സദ്യ കഴിക്കുകയും ചെയ്യാലോ. മോഹനൊന്നും മിണ്ടാതിരിക്കുക. സർ, നന്ദൻ ആരാണെന്ന് സാറിന് അറിയില്ല. അവൻ ഇവിടെ ജോലി കൊടുത്തതുകൊണ്ട് സാറിന് വലിയ പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അവന് ജോലി കൊടുത്തോണ്ട് എനിക്ക് പ്രശ്നം വരും? അതെ. അവന്റെ അഡ്രസ് തന്ന് അവന്റെ വീട്ടിൽ പോയി എനിക്ക് നേരെ വരുന്ന പ്രശ്നം നിങ്ങൾ തടുക്കുമെന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് പ്രശ്നം വരാണെങ്കിലേ അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഒരുത്തിന്റെ ഹെൽപ്പ് എനിക്ക് ആവശ്യമില്ല. സാറിന് പ്രശ്നം വന്നാ സാറിന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞേക്കും. പക്ഷേ അവൻ കാരണം ഇവിടെ ആരൊക്കെയോ പ്രശ്നത്തില. അതൊന്നും കൈകാര്യം ചെയ്യാൻ സാറിന് കഴിയില്ല. എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, പക്ഷെ നിനക്ക് കഴിയുമെന്ന് അല്ലേ? എന്ന് വെച്ചാ നീ എന്നെക്കാളും മിടുക്കനാണ്. നീ അത്ര മിടുക്കനാണെങ്കിലേ അവന്റെ അഡ്രസ് നീ എന്നെ കണ്ടുപിടിക്കും. സർ, ഇത് ഈഗോ കാണിക്കേണ്ട സമയമല്ല. ഇവിടെയുള്ള ഏതൊരു പെൺകുട്ടി അവന്റെ ട്രാപ്പില. അവൻ കാരണം ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയുടെ അച്ഛൻ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞതാ. ഈ സമയത്ത് സാർ ഈഗോ കാണിച്ചാൽ ഇവിടെയുള്ള ഏതൊരു പെൺകുട്ടിയുടെ ജീവിതം നശിച്ചു പോകും. ദയവ് ചെയ്ത് അവന്റെ അഡ്രസ്സും തരണം. അഡ്രസ് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോ നിന്റെ പുതിയ അടവായിരിക്കും ഇത് അല്ലേ? ഇതുപോലത്തെ അടവൊക്കെ കരുണാകരൻ കുറെ കണ്ടതാ മോനെ. സമയം മെനക്കെടുത്താതെ പോവാൻ നോക്ക്. സാറേ, സാറിന്റെ മുന്നിൽ അടവ് കാണിക്കുന്നത് ഞങ്ങളല്ല, നന്ദന. സാറിനത് മനസ്സിലായിട്ടില്ല. അവൻ കാരണം ഇവിടെയുള്ള ഏതെങ്കിലും പെൺകുട്ടിക്ക് കുഴപ്പം സംഭവിച്ച സാറ് സമാധാനം പറയേണ്ടി വരും. പറയേണ്ടി വരുമെന്നല്ല, സാറിനെ കൊണ്ട് ഞങ്ങൾ സമാധാനം പറയിപ്പിക്കും. പടാ. നന്ദന്റെ മെസ്സേജ്. പാറു, മറവി ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറവി രോഗം കാരണം സൗസ് ബുദ്ധിമുട്ടുന്നത് കണ്ട് എനിക്ക് വലിയ സങ്കടവും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ അവക്ക് അങ്ങനെ ഒരു അസുഖമുള്ളത് ഭാഗ്യമായെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരുടെയും മനസ്സിലുണ്ട് ഒരുപാട് സങ്കടങ്ങൾ. പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു പിടിവള്ളി അത്യാവശ്യം. എല്ലാവരുടെയും പരിഹാസമായ സൗസൂന് കിട്ടിയ ഒരു പിടിവള്ളിയായിരുന്നു നന്ദൻ. അവള് നന്ദനോട് അടുപ്പം കാണിക്കുന്നത് കണ്ടപ്പോ ഒരു കോമാളിക്കളിയായിട്ടാ എനിക്ക് തോന്നിയത്. പക്ഷെ അവള് സീരിയസ് ആയിരുന്നു. അവളോട് അങ്ങനെ ഒരു അടുപ്പം തോന്നിയിട്ടില്ലെന്ന് നന്ദൻ തുറന്നു പറഞ്ഞതോടെ അത് അവസാനിച്ചെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അവൾ അവളുടെ സങ്കടം മനസ്സിൽ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ നന്ദൻ ജോലി രാജിവെച്ച് പോയെന്നറിഞ്ഞപ്പോഴും അവള് വിഷമൊന്നും കാണിച്ചില്ലല്ലോ. ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടിട്ടാ ഞാൻ അവളോട് ചോദിച്ചത്. അപ്പോഴാ അവൾക്ക് നന്ദനോടുള്ള ഇഷ്ടത്തിന്റെ ആഴം എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇപ്പൊ അവൾ എത്ര സന്തോഷത്തിലാ. അവളെല്ലാം മറന്നുപോയി. മറവി ചിലപ്പോ ഒരനുഗ്രഹ അല്ലേ പാറു? അതുപോലെ എല്ലാവർക്കും എല്ലാം മറക്കാൻ കഴിഞ്ഞാ മതിയായിരുന്നു. നീ ആരെക്കുറിച്ചാ പറയുന്നത്? ആരെക്കുറിച്ചും അല്ല, വെറുതെ പറഞ്ഞേ ഉള്ളൂ. നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? ജോലി ചെയ്യാതെ നിൽക്കുന്നുണ്ട. കരുനകം വഴക്ക് പറയില്ലേ? വാ വാ പാറു. നിങ്ങൾ പോയിക്കോ, ഞാൻ വരാം. വാ ചന്തി ചേച്ചി. ഞാനൊരു തീരുമാനം അതെന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പാലുവിന് അറിയാമല്ലോ. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നീ ക്ഷേത്രത്തിൽ വന്നാൽ ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ സ്വപ്നം കണ്ട ജീവിതം എനിക്ക് ലഭിക്കും. നീ വന്നില്ലെങ്കിൽ നിനക്ക് വേണ്ടാത്ത എന്റെ ഈ ജീവൻ ഞാൻ അവസാനിപ്പിക്കും. നീ വിഷമിക്കൊന്നും വേണ്ട. എന്റെ മരണത്തിന് ഉത്തരവാദി നീയല്ല, ഞാൻ തന്നെ. നിന്റെ അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ നിന്നെ സ്നേഹിച്ചത്. എനിക്ക് ജീവൻ അവസാനിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ നിനക്ക് നൽകിയ സ്നേഹം ഒരു കടമായി
ഭദ്രമായി സൂക്ഷിച്ചു വെച്ചാൽ മതി. ഇനി വരുന്ന ഏതെങ്കിലും ജന്മത്തിൽ വീട്ടിൽ തീർത്താൽ മതി. എന്നാലും അവസാന നിമിഷം വരെ, എന്റെ ജീവൻ സ്വയം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷം വരെ ഞാൻ എന്റെ പാറുവിനെ കാത്തിരിക്കും. താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. The number you are trying to reach is currently switched off. രേവതി, എനിക്ക് രേവതിയുടെ ഒരു ഹെൽപ്പ് വേണം. എന്താ പ്രേംചേട്ടാ? ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഇവിടുത്തെ സിസ്റ്റത്തിൽ ഉണ്ടാവില്ലേ? ഉണ്ട്. പ്രേംചേട്ടൻ എന്തിനാ ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ്? മാർക്കറ്റിംഗ് സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അരവിന്ദ. ഇതുവരെയുള്ള ടേൺ ഓവർ എത്രയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അരവിന്ദനോട് ചോദിച്ചാൽ അറിയാം. ഓക്കെ, ഐ കോൾ യു ബാക്ക്. എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് വേണ്ട. പുതുതായിട്ടൊരു സൂപ്പർവൈസർ ഇവിടെ ജോയിൻ ചെയ്തിരുന്നില്ലേ? ആ, നന്ദഗോപൻ. ആ, നന്ദഗോപൻ. എനിക്ക് അവന്റെ ഡീറ്റെയിൽസ് മതി. ആ, നന്ദഗോപന്റെ ഡീറ്റെയിൽസ് അല്ലേ? പ്രിയൻ എന്തിനാ നന്ദന്റെ ഡീറ്റെയിൽസ്? കരുണാകരനോട് പ്രിയൻ നന്ദനെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ നന്ദൻ ഈ കമ്പനിയിൽ വന്നതിന്റെ ഉദ്ദേശം പ്രിയന് മനസ്സിലായിട്ടുണ്ടാവൂ. രേവതി, ഒന്ന് വേഗം. നന്ദന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇല്ലെങ്കിലും വേണ്ട, അവന്റെ അഡ്രസ് എങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷേ നന്ദഗോപന്റെ ഡീറ്റെയിൽസ് മാത്രമല്ല. നന്ദന്റെ ഡീറ്റെയിൽസ് ഇല്ലേ? അഡ്രസ് പോലും ഇല്ലേ? ഇല്ല പ്രേംചേട്ടാ, ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. അതുകൊണ്ടാ ഞാൻ വീണ്ടും ചെക്ക് ചെയ്ത്. നന്ദഗോപന്റെ ഫയൽ ആരോ ഡിലീറ്റ് ചെയ്തിരിക്കുക. ആര്? അറിയില്ല. നന്ദൻ ജോലി റിസൈൻ ചെയ്ത് പോയില്ലേ? ജോലി റിസൈൻ ചെയ്ത് പോകുന്നവരുടെ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യുന്ന പതിവുണ്ടോ ഇവിടെ? ഇല്ല പ്രേംചേട്ടാ, വർഷങ്ങൾക്ക് മുമ്പ് ജോലി റിസൈൻ ചെയ്തവരുടെ ഡീറ്റെയിൽസ് വരെ ഇപ്പോഴും ഈ സിസ്റ്റത്തിലുണ്ട്. പ്രിയൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. നന്ദനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ശ്രമോ? നന്ദനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ പ്രിയന്റെ സംശയം എന്നിലേക്ക് നീളും. എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ രേവതി? എന്താ ഇവിടെ നടക്കുന്നതെന്ന്?